ലെറ്റ് us റീഡിഫൈൻ സോഷ്യോളജി. ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് മനുഷ്യരെ പറ്റി പഠിക്കുന്നുണ്ട്, സമൂഹത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, സ്ഥാപനങ്ങളെക്കുറിച്ച്, മനുഷ്യരുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനം നടത്തുന്നു. ഇത് ഇന്ന് ആധുനികതയുടെ ടെക്നോളജിയുടെ ചിറകിലേറിക്കൊണ്ട് പുതിയ ഡയമെൻഷൻസിലേക്ക് പോകുന്നു എന്ന ആത്മവിശ്വാസമാണ് സമൂഹശാസ്ത്ര അധ്യാപകർ എന്ന രീതിയിൽ ആദ്യം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇവിടെ ഒരു പശ്ചാത്തല ചിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റിൽ ഒരു പക്ഷേ സോഷ്യോളജി, സമൂഹശാസ്ത്രം എന്ന് എഴുതി കഴിഞ്ഞാൽ കാണുന്ന ഒരു പശ്ചാത്തല ചിത്രത്തിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു ചിത്രമാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ ഇരിക്കുന്നത് ഒരു മോഡേൺ കോർപ്പറേറ്റ് വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഇരിക്കുന്ന ഒരു ലേഡി. അവരുടെ പിന്നിൽ കാണുന്ന പശ്ചാത്തല ചിത്രത്തിൽ പരസ്പരം കണക്ട് ആയിരിക്കുന്ന ഒരു ഗ്ലോബൽ ചിത്രമാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും സോഷ്യോളജി എന്ന പുതിയ മേഖലകളെയാണ് അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തുടർന്നുള്ള കാര്യങ്ങൾ, സോഷ്യോളജിയുടെ ഇപ്പോൾ നിൽക്കുന്ന സാധ്യതകളെ കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ കുട്ടികളോട് തീർച്ചയായിട്ടും സൂചിപ്പിക്കാം. ഇവിടെ അല്പം മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മോഡേൺ സോഷ്യോളജി ഹാൻഡിൽ ചെയ്യുന്നത്. പ്രധാനമായിട്ടും സോഷ്യോളജിയുടെ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മേഖല നമുക്കറിയാം, നോളജ് ജനറേഷൻ, റിസർച്ച്, ടീച്ചിങ് പോലുള്ള അക്കാഡമിക് ഒരു സെറ്റപ്പിൽ നിന്ന് സോഷ്യോളജി കുറെ കൂടി പ്രായോഗികമായ തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് കുട്ടികളിൽ അതിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി ഏതാനും പോയിന്റ്സ് ഇവിടെ ചർച്ച ചെയ്യാം. പ്രധാനമായിട്ടും സൊസൈറ്റിയെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം, സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനം, കുറെ കൂടി ഹൗ പീപ്പിൾ തിങ്ക്, ദേ ഫീൽ ആൻഡ് ആക്ട് ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. അത് ഏറ്റവും പുതിയ എക്സാമ്പിൾ സഹിതം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ പീപ്പിൾ ബിഹേവിയർ, സോഷ്യൽ ബിഹേവിയറിനെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത് കുറെ കൂടി ആഴത്തിൽ പാരഡൈംസിനെ കുറിച്ച്, പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച്, ഇപ്പോൾ എത്നോമെത്തഡോളജി പോലുള്ള തിയറീസ് ഒക്കെ നമ്മളിവിടെ കുട്ടികളോട് പറഞ്ഞില്ലെങ്കിൽ പോലും ഇതിന്റെ പഠന സാധ്യതകളെ കുറിച്ച് അവരെ കണക്ട് ചെയ്യാവുന്ന ചുറ്റുപാട് എന്നുള്ള എക്സാമ്പിൾസ് കൊണ്ട് അവരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. സോഷ്യോളജിയുടെ ഉപരിപഠന മേഖലയിലേക്ക് എത്തുന്ന സമയത്തുള്ള ഒരു പ്രധാനമായ ബിഹേവിയറൽ എക്കണോമിക്സ് പോലെ തന്നെ സോഷ്യോളജി ബിഹേവിയറിന്റെ സോഷ്യോളജി എന്താണ്, അതുപോലെ മാനുഷിക ബന്ധങ്ങൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് വരെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വലിയൊരു ലാർജ് സ്കോപ്പുള്ള സബ്ജക്റ്റ് ആണെന്ന് നമ്മൾ +1 തന്നെ കുട്ടികളോട് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക് യൂണിറ്റായ കുടുംബം മുതൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വരെയുള്ള തലങ്ങളെ കുറിച്ച് കണക്ട് ചെയ്തു പോകുന്ന ഒരു അംബ്രല്ല സ്ട്രക്ചറാണ് സോഷ്യോളജിക്കുള്ളത്. അത് സ്ഥാപനങ്ങളെക്കുറിച്ച്, സംസ്കാരങ്ങളെക്കുറിച്ച്, സമുദായങ്ങളെക്കുറിച്ച്, സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവിധ പഠനം നടത്തുന്നുണ്ട്. ഇതിന്റെ ഒരു ജനറൽ പിക്ചർ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കണം. അവിടെ നിന്നാണ് സോഷ്യോളജിയുടെ ഫർദർ സ്കോപ്പിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് പോകാമോ സർ? ഇവിടെ നമുക്ക് മുന്നിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകരിൽ നിന്ന് ഒന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമുക്കിത് ക്ലാസ് റൂമിൽ റിപ്രൊഡ്യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ കൊടുക്കാവുന്ന ചെറിയൊരു ആക്ടിവിറ്റി എന്ന രീതിയിലാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ സ്വന്തം ചാറ്റ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് പ്രതികരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്യാം. ഇതൊരു ചെറിയ ഒരു അസസ്മെന്റ് ആണ്, ഒരു സെൽഫ് അസസ്മെന്റ് ആണ്. ഒരു സോഷ്യോളജി സബ്ജക്ട് പഠിക്കുന്ന ഒരു വ്യക്തിക്ക്, അതായത് ഉപരിപഠനത്തിന്, ഡിഗ്രിക്കോ PGക്കോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ സ്കിൽ സെറ്റുകളാണ് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടായാൽ അദ്ദേഹത്തിന് മികച്ച ഒരു സോഷ്യോളജിസ്റ്റ് എന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാം. ഒന്ന് അവരുടെ കുട്ടികളുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഒന്ന് സെൽഫ് സ്കോർ ചെയ്യാം. ഇവിടെ കാണാം, സ്കോറിംഗ് കാർഡ് കാണാം. 1, 2, 3. അതിൽ 1 എന്നുള്ളത് ഹൈ ആണ്, 3 എന്നുള്ളത് ലോ ആണ്. ആ ഒരു പ്രിൻസിപ്പിൾ വേണം നോക്കാൻ. ഉദാഹരണത്തിന് സമൂഹത്തെക്കുറിച്ച്, നമ്മുടെ ചുറ്റും ഉള്ള കാര്യങ്ങളെക്കുറിച്ച്, നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള അദമ്യമായ ഒരു ആകാംക്ഷ നമ്മുടെ ഉള്ളിലുണ്ടോ? അത് എത്രമാത്രം ഉണ്ട്? ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പൊളിറ്റിക്സ് അല്ല പറയുന്നത്, മറിച്ച് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട്, 2 3 ആഴ്ചകളായിട്ട് നമ്മൾ ഏറ്റവും അധികം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജന്തർ മന്ദറിലെ ജനകീയ പ്രക്ഷോഭം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ ഉണ്ട്. അതിനെപ്പറ്റി കുറച്ച് വിവരങ്ങളൊക്കെ അറിഞ്ഞു, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന മൈൻഡ് സെറ്റോടെ ഇരിക്കുന്നവരുണ്ട്. മറിച്ച് എന്താണ് അതിന്റെ പിന്നിലെ ഓരോ വിവരവും അറിയാൻ ആകാംക്ഷയോടെ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെ അത്തരത്തിൽ ആകാംക്ഷയോട് കൂടി ഇതിന്റെ ഓരോ വിഷയവും പശ്ചാത്തലവും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നായിരിക്കാം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലൊന്ന് സെൽഫ് സ്കോർ ചെയ്തിട്ട് അവസാനം ഈ ഒരു സ്ലൈഡിന്റെ അവസാനം നിങ്ങളൊന്ന് സ്കോർ ചെയ്ത് ഒരുമിച്ച് കൺസോൾഡേറ്റ് ചെയ്തിട്ടാൽ നന്നായിരിക്കും. സെക്കൻഡ് തിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്. നമുക്കറിയാം, വിമർശനാത്മക ചിന്ത. ഇന്ന് സോഷ്യോളജിയുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി എന്നത് സോഷ്യോളജിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെ സോഷ്യോളജിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. കാരണം ഏതൊരു വിഷയത്തെയും അനലിറ്റിക്കലായിട്ട് വ്യത്യസ്തമായ പെർസ്പെക്റ്റീവ്സിൽ നിന്ന് ചിന്തിക്കാനുള്ള നമ്മുടെ ശേഷി. സെൽഫ് സ്കോർ ചെയ്യാം.
തേർഡ്, റിസർച്ച് സ്കിൽസ്. നമുക്കറിയാം ഇന്ന് ഗവേഷണം എന്ന് പറയുന്നത് കുറെ കൂടി ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ചേഞ്ച് അതിന്റെ ഹയർ ലെവൽ സിലബസിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ എക്കണോമിക്സിനെയൊക്കെ റീനെയിം ചെയ്ത് BSc എക്കണോമിക്സ് എന്ന രീതിയിലേക്ക് വരാൻ കാരണം അത് കുറെ കൂടി ഡാറ്റയുടെയും മെട്രിക്സിന്റെയും അടിസ്ഥാനത്തിലുള്ള ഡീപ്പ് ഡാറ്റ അനാലിസിസ് രീതികളിലേക്ക് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ സോഷ്യോളജിയും അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ എടുക്കാം. എന്തായാലും റിസർച്ച് സ്കിൽസ് എന്നുള്ളത് കുട്ടികളെ പ്രത്യേകമായിട്ട് അത് ഓർമ്മിപ്പിക്കണം. റിസർച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മാത്രമേ സോഷ്യോളജിയുടെ ഹയർ ലെവൽ ലേണിംഗിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. ഡാറ്റ അനാലിസിസ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ. ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കേവലം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒരു ഹാം ചെയർ തിയറിസ്റ്റിന്റെ കമ്മ്യൂണിക്കേഷൻ അല്ല, മറിച്ച് ഒരു സോഷ്യോളജിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ തരത്തിലുള്ള ഡാറ്റ ഡിഗ് ചെയ്ത് പോകാൻ തക്കമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മുതൽ വളരെ നന്നായി ഡ്രാഫ്റ്റ് ചെയ്ത് സിവിൽ സർവീസ് പോലുള്ള ഒരു പരീക്ഷയിൽ ഒരു എസ് എഴുതണമെന്നുള്ള റൈറ്റിംഗ് സ്കിൽസ് വരെയുള്ള കമ്മ്യൂണിക്കേഷന്റെ റേഞ്ച് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 1, 2, 3 നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് സ്കിൽസ്. ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ഫൈൻഡിങ് ഉണ്ടെങ്കിലും അത് റിപ്പോർട്ടായിട്ട് പ്രസന്റ് ചെയ്യുന്നതിലാണ് സോഷ്യോളജിസ്റ്റിന്റെ മികവ്. എങ്കിൽ മാത്രമേ ഈ സബ്ജക്റ്റിനെ, ലോക്കൽ ഇഷ്യൂസിനെ പോലും ഗ്ലോബലായ കോണ്ടെക്സ്റ്റിലേക്ക് ആ ഒരു തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് അതിലെ റിപ്പോർട്ട് റൈറ്റിംഗ് സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എംപതി. ഡെഫിനറ്റ്ലി നമുക്ക് മറ്റൊരാളുടെ പ്രശ്നത്തെ നമുക്ക് അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണാൻ സാധിക്കുക എന്ന അടിസ്ഥാനപരമായ ശേഷിയാണ് നമ്മൾ +1, +2 ക്ലാസ്സിൽ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് ഇന്ന് ഒരു $1 മില്യൺ ക്വാളിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് എംപതി. കാരണം എന്താണ് AI റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എംപതിയാണ്. ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ന് 9 മണിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകർ ഒന്ന് ആത്മപരിശോധന നടത്തിയാൽ എങ്ങനെയാണ് ഒരു സോഷ്യോളജി ടീച്ചർ എങ്ങനെ ഒരു കരിയർ ഗൈഡ് ആവാമെന്ന് ChatGPT ചോദിച്ചാൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വിവരവും ഒരുപക്ഷെ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവില്ല. കാരണം ഇന്ന് ഏതൊരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ഒരു ടെക്നിക്കലായ മറുപടി തരാൻ AI പ്ലാറ്റ്ഫോം സഫിഷ്യന്റ് ആണ്. പക്ഷേ സോഷ്യോളജി AI cannot replace sociology, ബിക്കോസ് സോഷ്യോളജി ബേസിക്കലി ഒരു എംപത്തറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് പ്രോത്സാഹിപ്പിക്കുന്ന സബ്ജക്റ്റ് ആണ് എന്നതുകൊണ്ട് ഒരു കാരണവശാലും സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ AI സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാം. എംപതി സ്കോർ ചെയ്യാം. പ്രോബ്ലം സോൾവിങ്. ഡെഫിനറ്റ്ലി ഇന്ന് ബിഗ് കോർപ്പറേറ്റ്സ് മുതൽ ലോക്കൽ പഞ്ചായത്ത് ബോഡി വരെ ആഗ്രഹിക്കുന്നത് ട്രബിൾ ഷൂട്ടേഴ്സിനെയാണ്. എന്ത് തരം പ്രോബ്ലത്തെയാണോ ഫേസ് ചെയ്യുന്നത് ആ പ്രോബ്ലത്തെ എങ്ങനെ അഡ്രസ് ചെയ്യാം, അതെങ്ങനെ എഫക്റ്റീവായ സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ഒരു സോഷ്യോളജിക്കൽ കോണ്ടെക്സ്റ്റിലും റെലവന്റ് ആവുന്നത്. പ്രോബ്ലം സോൾവിങ് സ്കില്ല് സെൽഫ് സ്കോർ ചെയ്യാം. ചുരുക്കത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന മൊത്തത്തിൽ സ്കോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിടാം. കുറെ പേര് പ്രതികരിച്ചിട്ടുണ്ട്, വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ ടോട്ടൽ സ്കോർ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിടാം. ഈ ഒരു ടൂള് നമുക്ക് അതിനെ മലയാളത്തിലോ മറ്റോ ആക്കിയിട്ട് ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. അവിടെ നിന്നാണ് നമുക്ക് സോഷ്യോളജി എന്നതിൽ നിന്ന് ഒരു കരിയർ ഗൈഡ് എന്ന രീതിയിലേക്ക്, ഒരു ടീച്ചർ എന്നതിനേക്കാളും ഒരു കരിയർ മെന്റർ എന്ന രീതിയിലേക്കുള്ള ഒരു ബെറ്റർ റോളിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ പോകുന്നത്. സോ ഒരു ടീച്ചർ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് നമ്മുടെ അടുത്ത് ഒരു കരിയർ ഗൈഡൻസ് ആവശ്യത്തിന് വരുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പലരും കരിയർ ഗൈഡുമാരുമായിരിക്കാം സ്കൂളിൽ. അവിടെ സോഷ്യോളജിയിൽ നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ മെഡിസിന് പോകുന്ന ഒരു കുട്ടിയിൽ സോഷ്യോളജി എന്തുകൊണ്ട് പഠിക്കണം, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അതിൽ ഒരു പേപ്പർ അതിൽ ഹ്യൂമാനിറ്റീസ് എന്ന സബ്ജക്ട് വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഒരു ആർക്കിടെക്ട് സോഷ്യോളജി പഠിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ സോഷ്യോളജി പഠിക്കേണ്ടത് എന്നൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് അവിടെ സയൻസ് ക്ലാസ്സുകളിലും ഇതേ വിഷയത്തെ വേണമെങ്കിൽ കൂടുതലായിട്ട് അവരെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നഴ്സിംഗിലാവട്ടെ, ഹെൽത്ത് കെയർ സെക്ടറിലാവട്ടെ, എല്ലാത്തിലും സോഷ്യോളജിയുടെ സാധ്യതകളുണ്ട്. അത് ഫ്യൂച്ചർ ടീച്ചേഴ്സിന്റെയും സാധ്യതകളാണ് എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. മോഡേൺ ഓക്കെ, താങ്ക് യു രഹന ടീച്ചർ, ഷിജി ടീച്ചർ, ഒരുപാട് പേര് സ്കോർ ചെയ്ത് പ്രതികരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പവർ പോയിന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മുടെ ഈ സെഷനുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ഹാൻഡ് ഔട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി വിപുലമായിക്കൊണ്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ തക്കോണം സെപ്പറേറ്റ് ഒരു ഹാൻഡ് ഔട്ട് PDF രൂപത്തിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. സോ instill responsible AI literacy and critical thinking to prepare students for the next ഒരു 5th ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് കടന്നു പോകുന്ന ഘട്ടത്തിലേക്ക് ഒരു ഫ്യൂച്ചർ റെഡി മെന്റർഷിപ്പ് എന്ന രീതിയിൽ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കോട്ടെ. കാരണം നമ്മൾ ഇന്ന് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് 15 വയസ്സ് 16 വയസ്സുള്ള ജെൻ സിയുടെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്നവരാണ്. ഏതാനും വർഷത്തിൽ നമ്മൾ ഫേസ് ചെയ്യാൻ ജെൻ ആൽഫയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇവര് ജീവിക്കേണ്ട ലോകത്തെ നമ്മളിന്ന് എങ്ങനെയാണെന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സാമൂഹ്യ ബന്ധങ്ങളിൽ, കുടുംബഘടനയിൽ, വ്യക്തിബന്ധങ്ങളിൽ
ഒട്ടേറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പുകൾ നമുക്ക് ഡേറ്റിംഗ് ആപ്പുകൾ വഴി വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ബന്ധങ്ങളെ പുനർനിർവചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഭാവിയിൽ ഒരു പക്ഷേ കുടുംബം, വിവാഹം, കൂട്ടുകുടുംബം, എക്സ്റ്റൻഡഡ് ഫാമിലി എന്നതിന് പുറമെ പുതിയ ചില ഡെഫിനേഷൻസ് കൂടെ കൂട്ടിച്ചേർക്കാൻ സോഷ്യോളജിയുടെ പ്ലാറ്റ്ഫോം തയ്യാറായി കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു ഫ്യൂച്ചർ റെഡി മെന്റർഷിപ്പിലേക്ക് പോവുക. കാരണം ഇവിടെ സോഷ്യോളജി കുറെ കൂടി ഇന്റർ ഡിസിപ്ലിനറി ആവാൻ പോകുന്നതാണ് വരുന്ന സ്ലൈഡുകൾ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഒരു ടീച്ചർ എന്ന രീതിയിൽ നിന്ന് ഒരു മെന്റർ എന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തേണ്ടി വരുന്നത് ഭാവി സമൂഹത്തിൽ ഉത്തമരായിട്ടുള്ള വ്യക്തികളായിട്ട്, പൗരന്മാരായിട്ട് മാറാൻ കൂടി അവരെ തയ്യാറെടുപ്പിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റോളും കൂടി സോഷ്യോളജിക്ക് ഉണ്ട്. ഡെഫിനറ്റ്ലി സോഷ്യോളജിക്കൽ കൺസെപ്റ്റുകളെ കുറെ കൂടി മാർക്കറ്റ് സ്കിൽസുമായിട്ട്, ഡാറ്റ സ്കിൽസുമായിട്ട് കൂടി കണക്ട് ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ പല ടെക് കമ്പനികളും എങ്ങനെയാണ് സോഷ്യോളജിസ്റ്റുകളെ പ്ലേസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വരുന്ന ഡിസ്കഷൻസിൽ നമ്മൾ പറയും. സർ, സ്ലൈഡ് ഒന്ന് മൂവ് ചെയ്യാമോ? സോ എന്തൊക്കെയാണ് നമ്മൾ റോൾ എന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. പ്രധാനമായിട്ടും കുട്ടികളുടെ ഒരു സെൽഫ് അനാലിസിസിന് നമ്മൾ അവരെ നയിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്. നേരത്തെ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് തന്നു. അത്തരത്തിലുള്ള ചെക്ക് ലിസ്റ്റുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോഷ്യോളജി പോലുള്ള വിഷയത്തിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികളെ, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ തന്നെ നമുക്ക് ഇത്തരം ചെക്ക് ലിസ്റ്റുകൾ വഴി അവരെ കുറെ കൂടി അസസ് ചെയ്തിട്ട് അവർക്ക് ഡിഗ്രിക്ക് സോഷ്യോളജി എന്ന സബ്ജക്ട് എടുക്കാനാവോ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കോളേജിൽ എടുക്കാം എന്ന കാര്യങ്ങളിലേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിലൊന്ന്. അപ്പൊ അതുകൊണ്ട് അവരുടെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുക. അവരുടെ ചുറ്റുമുള്ള കരിയർ സാധ്യതകളെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുക. സർ, സ്ലൈഡ് കുറച്ചുകൂടി ഒന്ന് മൂവ് ചെയ്യാമോ? ഓക്കെ. ദെൻ അവരുടെ സ്കിൽസ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഡാറ്റ പ്രോസസ്സിംഗ് സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ റെലവെന്റ് ആണെന്നുള്ള ധാരണ അവർക്ക് കൊടുക്കണം. ഇന്റേൺഷിപ്സ്, ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട ഇന്റേൺഷിപ്സുകൾ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നാഷണൽ സർവീസ് സ്കീമിന്റെ വോളണ്ടിയേഴ്സ് ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് മിനിമം ലെവൽ എന്താണ് ഇന്റേൺഷിപ്പ് എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ കുറെ കൂടി ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് ഇന്ന് വെറും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളെയല്ല ആവശ്യം. കുറെ കൂടി അവർക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. ആ പ്രൊഫൈൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്റേൺഷിപ്സ്. ഇപ്പോൾ ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിക്കുമ്പോൾ തന്നെ സമൂഹശാസ്ത്രവുമായി അനുബന്ധമായി നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് ഇന്റേൺഷിപ്സ് ചെയ്യാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ പദ്ധതികളിൽ ഒരു ഭാഗമാക്കാം. ഗ്രാമസഭകളിലും മറ്റ് പോളിസി മേക്കിങ്ങിന്റെ ഭാഗത്ത് അവർക്ക് പങ്കെടുക്കാം. കുട്ടികൾക്ക് അവരുടെ ആശയങ്ങളെ അവരുടെ വാർഡ് തലങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വെക്കാം. ഇതൊക്കെ തരത്തിൽ ഒരു കുട്ടിക്ക് ചിന്തിക്കാനുള്ള വഴി തുറന്നിട്ട് കൊടുക്കുക. കാരണം ഇതൊക്കെ ഫ്യൂച്ചറിൽ അവരുടെ പ്രൊഫൈൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വിദേശ സർവകലാശാലകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരം വിദേശ സർവകലാശാലകളിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും നാളെ പഠിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു SOP തയ്യാറാക്കുമ്പോൾ, ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് +2 ലെവലിലോ ഡിഗ്രിയുടെ ആദ്യ വർഷങ്ങളിലോ നമ്മൾ ചെയ്ത സോഷ്യൽ റിലവന്റ് ആയ ഒരു പ്രോജക്റ്റിനെ അവിടെ കോട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതിന് സാധിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇന്റേൺഷിപ്പ് അവർ അറ്റൻഡ് ചെയ്തിരിക്കണം. സോ കണക്ട് വിത്ത് അലുമിനി. ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ പഠനത്തിന് പോകുന്നുണ്ടോ അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ അലുമിനി എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നമ്മൾ അറിയണം. ഇപ്പോൾ എഞ്ചിനീയറിംഗിന്റെ കോൺടെക്സ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ നമ്പർ 1 കോളേജ് എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമാണ്, നമുക്കറിയാം. അത് കഴിഞ്ഞ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. എന്താണ് ഗവൺമെന്റ് സെക്ടറിലുള്ള ഈ കോളേജുകൾ വളരെ ശക്തമായി നിലനിൽക്കാനുള്ള ഒരു കാരണം ബിക്കോസ് ഓഫ് ദിയർ അലുമിനി. അവരുടെ അലുമിനി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ബിഗ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അവർ പിൻകാലത്ത് അവിടെ പഠിക്കുന്ന കുട്ടികളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആവട്ടെ, JNU ആവട്ടെ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ആവർത്തിച്ച് നമ്മൾ പേര് പറയാനുള്ള ഒരു കാരണം അവിടുത്തെ അലുമിനി പ്ലാറ്റ്ഫോമാണ്. റെസ്പോൺസിബിലി, പ്രത്യേകിച്ച് എയുടെ യൂസ് എന്ന് പറയുന്ന ആശങ്കയോട് കൂടിയാണ് ലോകം കാണുന്നത്. അവിടെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് അത് എങ്ങനെ എത്തിക്കലായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാം എന്നത് പറയേണ്ടത് സോഷ്യോളജിസ്റ്റുകളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വവും പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രാക്ടീസിന്റെയും ഭാഗമായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണെന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അത് അധ്യാപകർ കുട്ടികളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്ലൈഡിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. സർ, സ്ലൈഡ് ഒന്ന് മൂവ് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. ഐ എം കമ്മിങ് ടു മൈ ലാസ്റ്റ് സ്ലൈഡ്. സോ ഇവിടെ പറഞ്ഞതിനെ ഒരു സൺഡയഗ്രത്തിലൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ നോക്കുകയാണ്. സോ അക്കാഡമിക് പാർട്ട് ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം. ടീച്ചിങ്ങിലും റിസർച്ചിലുമുള്ള സാധ്യതകൾ, ദെൻ ഗവൺമെന്റിലുള്ള സാധ്യതകൾ. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പോളിസി മേക്കിംഗ് പോലെയുള്ള ഉയർന്ന മേഖലകളിൽ സാധ്യതകളുണ്ട്. വെൽഫെയർ സെക്ടറിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കമ്പനികളുടെയും മറ്റും വെൽഫെയർ വിങ്ങിൽ ലേബർ ഓഫീസർ പോലുള്ള മേഖലകളിലേക്കുള്ള സാധ്യതകളുണ്ട്.
NGO-കൾ നമ്മളൊരു തൊഴിൽ മേഖലയാണ് തീർച്ചയായിട്ടും. അത് NGOs എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് NGO വർക്കുകൾക്ക് ഫണ്ട് വകയിരുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സൗഹൃദയുടെ പ്ലാറ്റ്ഫോം എടുക്കുകയാണെങ്കിൽ സൗഹൃദ ഏറ്റവും അധികം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്കൂൾ ലെവൽ കൗൺസിലേഴ്സിന്റെ സാധ്യത. പക്ഷെ എല്ലാ സ്കൂളുകളിലും പൂർണ്ണമായും അങ്ങനെ ഹയർ സെക്കൻഡറിയിലേക്ക് എത്താവുന്ന ഒരു കൗൺസിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് സ്കൂൾസിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് നമുക്ക് എയ്ഡഡ് സ്കൂളുകളിലേക്ക് കൂടെ അത് ലഭ്യമാക്കിക്കൊണ്ട് ചില ജില്ലാ പഞ്ചായത്തുകൾ പദ്ധതി വെച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച ഉദാഹരണം, ലേറ്റസ്റ്റ് ഉദാഹരണം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് തന്നെയാണ്. CGSE അടക്കമുള്ള ബോഡികൾ നിരന്തരമായി ശ്രമിച്ചതിന്റെയും ഒക്കെ ഫലമായിട്ട് ഈ വർഷം പാലക്കാട് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും കൗൺസിലേഴ്സിനെ വെച്ചിട്ടുണ്ട്, എയ്ഡഡ് സ്കൂളുകൾ അടക്കം. അപ്പൊ ഇത് എങ്ങനെ പദ്ധതി വന്നു? നമ്മൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള പദ്ധതിയുടെ അലവൻസിനെ കുറിച്ച് നിരന്തരമായിട്ട് നിർദ്ദേശങ്ങളോ മീറ്റിങ്ങുകളിൽ ഇതിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വിളിക്കുകയും സംസാരിക്കുകയും നമ്മൾ മെമ്മോറാണ്ടം കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു പുതിയൊരു ഒരാളുടെ ജോബാണ് അവിടെ വരുന്നത്. അവർ സോഷ്യൽ വർക്ക് പഠിച്ച ആളുകളോ സൈക്കോളജി പഠിച്ച ആളുകളോ ആയിരിക്കും വരുന്നത്. അവിടെ സോഷ്യോളജി പഠിച്ച ആളുകൾക്കും ഇത്തരത്തിലുള്ള മേഖലകളിൽ NGO വർക്കിന് സാധ്യതകളുണ്ട്. കോർപ്പറേറ്റിൽ, അതുപോലെ ടെക്നോളജി, ഡാറ്റ അനാലിസിസ്, കൺസൾട്ടേഷൻ കമ്പനീസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വരെ. ഇപ്പൊ UN കരിയേഴ്സ് എന്നുള്ള വെബ്സൈറ്റ് ഒക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ സോഷ്യോളജി പഠിച്ച ആളുകളുടെ സാധ്യതകളെ കുറിച്ച് നമുക്ക് പറയാം. ചുരുക്കത്തിൽ ഇതിന്റെ ഒരു കൺസൾട്ടേഷൻ പാർട്ടിൽ വരുമ്പോൾ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ്, NGO ഡെവലപ്മെന്റ് സെക്ടർ ആൻഡ് കോർപ്പറേറ്റ് സെക്ടർ എന്നിങ്ങനെ മൂന്നായിട്ട് അതിനെ തിരിക്കാം. ടീച്ചർ ആസ് എ കരിയർ ഗൈഡ് കരിയർ സാധ്യതകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി ആ കരിയർ മേഖലയിലേക്ക് കുട്ടികൾ എത്താൻ വേണ്ട തുടർ പഠന മേഖലകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മളെല്ലാ അധ്യാപകരാണ് ഈ ഗ്രൂപ്പിലിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടി +2 കഴിഞ്ഞിട്ട് തുടർ പഠനം ആഗ്രഹിക്കുന്ന, സോഷ്യോളജിയിൽ തുടർ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് BA സോഷ്യോളജി, BA ഹോണേഴ്സ് സോഷ്യോളജി, MA ഇൻ്റഗ്രേറ്റഡ് MA സോഷ്യോളജി, ഇങ്ങനെ 5 വർഷത്തെ ഡിഗ്രിയാണ്. ഇത്തരത്തിലാണ് തുടർ പഠന സാധ്യതകൾ ഉള്ളത്. കേരളത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫിലിയേറ്റഡ് കോളേജ് ഇഷ്ടം പോലെ ഉള്ളത് കാരണം വളരെ ചുരുക്കി പ്രധാനപ്പെട്ട കോളേജുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഡിഗ്രിക്ക് ഉള്ളത് ഫറൂഖ് കോളേജ് കാലിക്കറ്റ്, ഗവൺമെൻറ് KNM കോളേജ്, സെൻറ്റ് തെരേസ് കോളേജ്, മാർ അത്തനേഷ്യസ് കോളേജ്, BCM കോളേജ്, MG കോളേജ് തിരുവനന്തപുരം, വിമല കോളേജ്. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് മേഖലയിൽ ഉള്ള സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, വളരെ പ്രശസ്തമായ ലയോള കോളേജ് തിരുവനന്തപുരത്തുള്ള CMS കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ് കോഴിക്കോട്, അവിടെ ഡബിൾ മൈനാണ്, സോഷ്യോളജിയും പിന്നെ മലയാളം കൂടിയുണ്ട്, സെൻറ്റ് തെരേസ് കോളേജ്, അതുപോലെ തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി. ഇനി കേരളം വിട്ടിട്ട് പ്രീമിയർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് പല കുട്ടികൾക്കും ഉള്ള സംശയമാണ്, എന്തിനാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത് എന്ന്. അതായത് അക്കാഡമിക് റെപ്യൂട്ടേഷന് വേണ്ടിയിട്ടും മികച്ച ഫാക്കൽറ്റിമാർ, NGO ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നിവിടങ്ങളിലൊക്കെ ഇൻറ്റേൺഷിപ്പ് കിട്ടാനും ശക്തമായ അലുമിനി നെറ്റ്വർക്കും ഇൻ്റർ ഡിസിപ്ലിനറി ലേണിങ്ങും, സാനു സാർ പറഞ്ഞ പോലെ മികച്ച റിസർച്ച് കൾച്ചർ, പ്ലേസ്മെൻറ്റ്, ഇതൊക്കെ ഇതുവഴി ദേശീയ അന്തർദേശീയ തലത്തിൽ അവസരങ്ങൾ നേടാൻ കുട്ടികൾക്ക് സാധിക്കും. നമുക്ക് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓരോന്നായി നോക്കാം. ഒന്ന് JMI, ജാമിയ മില്ലിയ ഇസ്ലാമിയ. അവിടെ BA ഹോണേഴ്സ് സോഷ്യോളജിയും MA സോഷ്യോളജിയും PhD സോഷ്യോളജിയും ഉണ്ട്. ഇത് CUT-യുടെ അണ്ടറിലല്ല, ചില കോഴ്സുകൾ വരുന്നുണ്ട്, പക്ഷേ സോഷ്യോളജി CUT-യുടെ അണ്ടറിലല്ല, അവരുടേതായ ടെസ്റ്റ് വഴിയാണ്. രണ്ടാമത്തത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BHU. അവിടെ BA ഹോണേഴ്സ് സോഷ്യോളജിയും MA സോഷ്യോളജിയും PhD സോഷ്യോളജിയും ഉണ്ട്. ഇവിടെ അഡ്മിഷൻ കിട്ടുന്നത് CUET UG വഴിയാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം, +2 തലത്തിൽ സോഷ്യോളജിയൊക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CUT എഴുതാമെന്ന്. പക്ഷേ ഓരോ യൂണിവേഴ്സിറ്റികളും അഡ്മിഷന് വ്യത്യസ്ത നിയമങ്ങളാണ്. BHUവിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യോളജി +2 കഴിഞ്ഞു കഴിഞ്ഞാലും സോഷ്യോളജി തുടർപഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും
എൻട്രൻസ് എഴുതേണ്ടത് ഇംഗ്ലീഷും, ലാംഗ്വേജായ ഇംഗ്ലീഷും അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. അതുവഴിയാണ് ഡിഗ്രിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുക. തൊട്ടടുത്ത സ്ഥാപനം JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി. അവിടെ MA സോഷ്യോളജി ഉണ്ട്, PhD സോഷ്യോളജി ഉണ്ട്. CUET PG JNU എൻട്രൻസ് എക്സാം വഴിയും ഇൻ്റർവ്യൂ വഴിയാണ് PhDക്കുള്ള അഡ്മിഷൻ. അതേമാതിരി തന്നെ അടുത്ത മികച്ച സ്ഥാപനം, ഏഷ്യയിൽ തന്നെ മികച്ച സ്ഥാപനം എന്നറിയപ്പെടുന്ന TISS, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്. വളരെ ഫേമസ് ആയുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ഡിഗ്രി ലെവലിലല്ല, MA ഇൻ സോഷ്യൽ സയൻസസ് ഉണ്ട്. TISNET വഴി അവിടെ അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ അടുത്ത മികച്ച സ്ഥാപനം NIR റാങ്കിങ്ങിലൊക്കെ ഏറ്റവും മികച്ച കോളേജുകൾ ഉൾപ്പെടുന്ന യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയാണ്. അവിടെ BA ഓണേഴ്സ് സോഷ്യോളജി, MA സോഷ്യോളജി, PhD സോഷ്യോളജി, ഇത്തരം കോഴ്സുകൾ അവിടെ ലഭ്യമാണ്. CUT വഴിയാണ് അവിടെ അഡ്മിഷൻ. നേരത്തെ പറഞ്ഞ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ 2 രീതിയിലാണ് അഡ്മിഷൻ. അതായത് ഒരു ലാംഗ്വേജും 3 സബ്ജക്റ്റ് കുട്ടികൾ പഠിച്ച സോഷ്യോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഇതിൽ ഏതെങ്കിലും 3 സബ്ജക്റ്റ് വഴിയോ, അല്ലെങ്കിൽ 2 ലാംഗ്വേജ്, ഇംഗ്ലീഷ്, മലയാളം, അതോടൊപ്പം തന്നെ 2 സബ്ജക്റ്റുകൾ, സോഷ്യോളജി വേറെ ഏതെങ്കിലും, ഇവ എൻട്രൻസ് എക്സാമിനേഷനിൽ എഴുതി അതിൻ്റെ മികച്ച സ്കോറിനനുസരിച്ചിട്ടാണ് അവിടെ അഡ്മിഷൻ. പിന്നീട് വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ MA സോഷ്യോളജി 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് PG, +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയും PGയും ഒപ്പം പഠിക്കാം. PhD സോഷ്യോളജിയും ഉണ്ട്. ഇവിടെ അഡ്മിഷനും CUET PG വഴിയാണ്. പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ മികച്ച സ്ഥാപനങ്ങൾ ഉണ്ട്. ഇനി അടുത്തത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ മികച്ച ഒരു സ്ഥാപനമാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രശസ്തനായ ടാറ്റ കമ്പനിയിലെ അന്തരിച്ച രത്തൻ ടാറ്റ അവരൊക്കെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വ്യക്തിത്വമാണ്. ഇതിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഇൻഇക്വാലിറ്റി, സോഷ്യോളജിക്കൽ തിയറി, സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ പോളിസി തുടങ്ങിയ മേഖലയിൽ ഗവേഷണങ്ങൾക്ക് ലോകപ്രശസ്തമായ സ്ഥാപനമാണ്. തൊട്ടടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. ഇവിടെ അമർത്യ സെൻ ഇവിടെയാണ് പഠിച്ചത്. ഇതൊന്നും സോഷ്യോളജി അല്ല എങ്കിൽ പോലും ഭാരതീയരാണ് എന്ന നിലയിൽ കുട്ടികൾക്ക് സുപരിചിതമാവും. തൊട്ടടുത്ത സ്ഥാപനമാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഇതും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. ഡെവലപ്മെൻറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സോഷ്യോളജി തുടങ്ങിയതിൽ റിസർച്ച് സൗകര്യങ്ങളൊക്കെ അവിടെ ലഭ്യമാണ്. തൊട്ടടുത്ത സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. അമേരിക്കയിലെ ഏറ്റവും മികച്ച ഗവേഷണ സർവകലാശാലകളിൽ ഒന്നാണ് ഇത്. തൊട്ടടുത്തത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഡെവലപ്മെൻറ്റ് സ്റ്റഡിയിലും പൊളിറ്റിക്കൽ സോഷ്യോളജിയിലും പ്രശസ്തമാണ്. ലാസ്റ്റ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ. അത് ഏഷ്യയിലെ മികച്ച ഒരു സ്ഥാപനമാണ്. ഇനി എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. എൻട്രൻസ് എക്സാംസ് ഫോർ സോഷ്യോളജി എന്നുള്ളതാണ്. നമുക്കറിയാം, സോഷ്യോളജി പഠിച്ച കുട്ടികൾക്ക് അധ്യാപന രംഗം മാത്രമല്ല പല മേഖലകളിലേക്കും സോഷ്യോളജി വിദ്യാർത്ഥികൾക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. റിസർച്ച്, അതുപോലെ തന്നെ ലോ, സിവിൽ സർവീസ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പബ്ലിക് പോളിസി, സോഷ്യൽ വർക്കർ, അതുപോലെ തന്നെ NGO പ്രൊഫഷണൽസ്, പോളിസി അനലിസ്റ്റ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ തുടങ്ങി നിരവധി മേഖലകളിൽ കരിയർ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിലേക്ക് എത്തിക്കുവാൻ വിവിധ എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ നൽകേണ്ടത് നമ്മുടെ അധ്യാപകരുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ്. എൻട്രൻസ് എക്സാമിനേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CUT UG എന്ന് പറയുന്നത്. നമുക്കറിയാം, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ദേശീയ പ്രവേശന പരീക്ഷയാണ് CUET UG PG എന്നുള്ളത്. രാജ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെയുള്ള
നിരവധി സർവകലാശാലകളിലെ ബിരുദ പ്രവേശനം ഏകീകൃതമാക്കുക എന്നതാണ് CUT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് സോഷ്യോളജി വിദ്യാർത്ഥികൾക്ക് CUT വഴി ലഭിക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത് BA സോഷ്യോളജി ഉണ്ട്, BA സോഷ്യൽ സയൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ BA ലിബറൽ ആർട്സ് ഉണ്ട്, BA ആന്ത്രോപോളജി ഉണ്ട്. ആന്ത്രോപോളജിയുടെ ഇന്നലെ ക്ലാസ് കഴിഞ്ഞതാണ്. നമുക്ക് കൂടുതൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്ലാസ് നമുക്ക് PPT ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ CUT-യുടെ പരീക്ഷാ രീതി എക്സാം മോഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഒപ്പം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുന്നതാണ്. പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് NCERT പുസ്തകങ്ങളാണ്. ഒപ്പം തന്നെ നേരത്തെ ഷാജി സാർ പറഞ്ഞ പോലെ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ ഈ ഭാഗത്ത് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. വിദ്യാർത്ഥികളോട് നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് +1 മുതൽ തന്നെ തയ്യാറെടുപ്പ് ആരംഭിച്ചാൽ മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് അഡ്മിഷൻ ടെസ്റ്റ് ആണ് ക്ലാറ്റ് എന്നുള്ളത്. കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സോഷ്യോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിയമരംഗത്ത് മികച്ച സാധ്യതകളാണ് ഉള്ളത് എന്ന് നമുക്ക് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അത് പ്രധാനമായും പഠിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണ്, നിയമവ്യവസ്ഥയാണ്, അതുപോലെ തന്നെ സാമൂഹ്യ നീതിയാണ് എന്നുള്ളതാണ്. പരീക്ഷയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഉണ്ട്, ഒപ്പം തന്നെ ലീഗൽ റീസണിങ് ഉണ്ട്, ലോജിക്കൽ റീസണിങ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ക്ലാറ്റ് പോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതാണ് എയ്ലറ്റ് എന്നറിയപ്പെടുന്ന ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. കുസാറ്റ് നടത്തുന്ന, അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നടത്തുന്ന BA LLB കോഴ്സുകൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇതിലെ കരിയർ സാധ്യത, ഒരു സോഷ്യോളജി സ്റ്റുഡൻറ് എന്നുള്ള രീതിയിലുള്ള കരിയർ സാധ്യത നമ്മൾ മെയിനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസർ എന്ന് പറയുന്ന മേഖലകളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ക്ലാറ്റ് എന്നുള്ള ആ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ നിയമ പഠനം നടത്തി കഴിഞ്ഞാൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ CUT PG, നമ്മുടെ ഷാജി സാർ പറഞ്ഞതുപോലെ തന്നെ UG കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് CUT PG എൻട്രൻസ് എക്സാം എന്നുള്ളത്. അഡ്മിഷൻ പ്രധാനമായിട്ടും കിട്ടുന്നത് MA സോഷ്യോളജി ഉണ്ട്, ഒപ്പം തന്നെ MSW ഉണ്ട്. ജനറൽ സ്റ്റഡീസിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, പബ്ലിക് പോളിസി, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ആ PG കോഴ്സുകളിലൊക്കെ പോകാൻ സാധിക്കുന്നതാണ് CUT PG എന്നുള്ളത്. CUT എന്തുകൊണ്ട് പ്രധാനമാണ് എന്നുള്ളത് കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രാജ്യത്തെ മികച്ച സർവകലാശാലകളിൽ PG പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അവസരം, ഒരു ലക്ക് പോലെ തന്നെയാണ് ഈ CUT PG എന്നുള്ളത്. കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന നാലാമത്തെ എൻട്രൻസ് എക്സാം എന്നുള്ള രീതിയിൽ ഗേറ്റ് ആണ് പേര്. പൊതുവെ നമ്മൾ കേൾക്കുമ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്നാണെങ്കിലും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്ക് കൂടി പരീക്ഷ അതിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള ഈ ഗേറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ IIT-കളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ PhD, ഫെലോഷിപ്പ്, റിസർച്ച് കരിയർ എന്നീ മേഖലകളിലേക്കും കുട്ടികൾക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തൊഴിൽ എന്ന് പറയുന്നത് പോളിസി അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒപ്പം തന്നെ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. സോഷ്യൽ സെക്ടറിൽ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അഡ്വാൻസ്ഡ് സോഷ്യോളജി ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് അതിൽ പ്രധാനമായിട്ടും നമ്മളെ കോർ ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ UGC നെറ്റ് നമുക്കൊക്കെ അറിയാവുന്നതാണ്. കോളേജ് അധ്യാപകനാകാൻ വേണ്ട ദേശീയ യോഗ്യതാ പരീക്ഷയാണ് UGC നെറ്റ്. 2 പേപ്പറുകളായിട്ടാണുള്ളത്. ഒന്ന് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ചും ICTയും റീസണിങ്ങും ഉൾപ്പെടുന്ന പേപ്പർ 1ഉം പേപ്പർ 2 മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള സോഷ്യോളജി ഉൾപ്പെടുന്നതാണ് UGC നെറ്റ്. അതോടൊപ്പം തന്നെ UGC JRF എന്ന് പറയുന്നുണ്ട്. നെറ്റ് എക്സാമിന് ഉയർന്ന റാങ്ക്
നേടിയവർക്ക് ലഭിക്കുന്ന ഫെലോഷിപ്പാണ്. അതിൻ്റെ കൂടെ നമുക്ക് പ്രതിമാസ ഫെലോഷിപ്പും അതുപോലെ തന്നെ PhD സാമ്പത്തിക സഹായങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്ന ഒന്നാണ് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഫുൾ ടൈം റിസർച്ചറായിട്ടും പിന്നീട് പ്രൊഫസറായിട്ടൊക്കെ മാറാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമാണ് സ്റ്റേറ്റ് BEd എൻട്രൻസ് എന്ന് പറയുന്നത്. ടീച്ചറാവാൻ ആഗ്രഹിക്കുന്ന സോഷ്യോളജി വിദ്യാർത്ഥികൾക്കായിട്ട് BA BEd സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. കേരള സെറ്റ് എഴുതി കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി നമ്മളിപ്പോൾ HSST ജൂനിയർ HSST ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ UPSC സിവിൽ സർവീസ് എന്ന് പറയുന്നത് KS അതുപോലെ തന്നെ CSC ഒക്കെ നമ്മൾ ആ മേഖലകൾ കൂടി കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. UPSCയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് എന്നുള്ളത് നമ്മുടെ സോഷ്യോളജിയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ചെറിയ സിലബസ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് അതിൽ വരുന്നുണ്ട്. ജനറൽ സ്റ്റഡീസിന് സഹായം നൽകുന്ന സബ്ജക്റ്റും ആയതുകൊണ്ടാണ് സോഷ്യോളജി പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം അതിൻ്റെ കരിയർ ജോബ് എന്ന് പറയുന്ന IAS IPS IFS IRS എക്സ്ട്രാ തുടങ്ങിയ മേഖലകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ നമുക്ക് പറയാൻ വേണ്ടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ കേരള PSC എന്ന് പറയുന്നത്. സോഷ്യോളജി പഠിച്ചവർക്ക് ഒരുപാട് സാധ്യതകൾ കേരള PSCയിൽ ഉണ്ട് എന്ന് കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. സോഷ്യൽ വെൽഫെയർ ഓഫീസറായിട്ട്, ഒപ്പം തന്നെ റിസർച്ച് ഓഫീസറായിട്ട്, ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫീസറായിട്ട്, പ്രൊബേഷൻ ഓഫീസറായിട്ട്, പ്ലാനിംഗ് ബോർഡിൽ, അതുപോലെ തന്നെ പഞ്ചായത്ത് വകുപ്പുകളിലൊക്കെ ഒരുപാട് സാധ്യതകളുള്ളതാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇത് കുട്ടികളെ കൃത്യമായിട്ട് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നതാണ് ICSSRലെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്നുള്ളതാണ് ഓഫർ നൽകുന്നത്. പ്രധാനമായിട്ടും ഡോക്ടറൽ ഫെലോഷിപ്പ് നൽകുന്നുണ്ട്, ഒപ്പം തന്നെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉണ്ട്, റിസർച്ച് ഗ്രാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. ഈ സബ്ജക്റ്റിന്റെ ഭാവിയിലെ സാധ്യതകൾ എന്താണ്, ഇതുകൂടി കുട്ടികളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മീഡിയം പറയുന്നു ഈ ഘട്ടത്തിൽ. ഏതായാലും ഇതിന്റെ ഒരു ടൈറ്റിൽ പറയുന്ന പോലെ സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ മുമ്പേ സംസാരിച്ചിട്ടുള്ള ഷാജി സാറ് ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനെയും അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കഴിവല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പോകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ കാണാം. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് എന്ന നിലയ്ക്ക് നമുക്ക് ഇത്തരം കുട്ടികൾക്ക് ഏതൊക്കെ സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്, ഏതൊക്കെ ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകാൻ ഏതൊക്കെ ഫെലോഷിപ്പുകൾ അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. എനിക്ക് മുമ്പേ സംസാരിച്ച സുധീഷ് സാർ അതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഇന്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ഒക്കെ ഫെലോഷിപ്പുകൾ നമ്മുടെ മിടുക്കരായ പിള്ളേർക്ക് എങ്ങനെ ലഭിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ചെറിയ ക്ലാസ്സിലേ പറഞ്ഞു കൊടുക്കുമ്പോഴെന്നാണ് +1 +2 ക്ലാസ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വളരെ നല്ല രീതിയിലേക്ക് അത് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ JRF നേടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുള്ള കാര്യം, സ്റ്റൈപ്പൻഡുള്ള കാര്യം നമുക്കറിയാം, അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി ഇഷ്ടംപോലെ സ്കോളർഷിപ്പുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. അത് ഏറ്റവും നീഡി ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മുടെ ഗ്രാജുവേഷനും അതേപോലെ തന്നെ തുടർ പഠനത്തിനും ഒക്കെ എന്താണ് അത്തരം സ്കോളർഷിപ്പുകളൊക്കെ പറ്റി നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതേപോലെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇറാസ്മസ് മുണ്ട സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയ ഒത്തിരി കുട്ടികളുടെയൊക്കെ നമ്മുടെ പത്രത്തിലൊക്കെ വായിച്ചു കേൾക്കുന്നുണ്ട്, നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്കും എങ്ങനെ ലഭിക്കാം എന്നതിനെ പറ്റി കുറച്ച് ഐഡിയകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് വളരെയധികം അത് ഉപകാരപ്രദമായിരിക്കും തോന്നുന്നു. പിന്നെ ഇത്തരം അതായത് കഴിവുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഒരു പഠന ചെലവ് എന്ന് പറയുന്നത് തടസ്സമാകാതെ നോക്കേണ്ടത് നമ്മുടെ ടീച്ചേഴ്സിനെ കൂടെ ഉത്തരവാദിത്തമാണ്. അത് കിട്ടാനുള്ള വഴികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് സർ പ്ലീസ്, നെക്സ്റ്റ് സ്ലൈഡ്. അതേപോലെ തന്നെ മാറിയ ഒരു കാലഘട്ടത്തിൽ സോഷ്യോളജി പഠനം കൊണ്ട് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീച്ചിങ്ങോ അല്ലെങ്കിൽ പരമ്പരാഗതമായ തൊഴിലുകൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ ഗവൺമെന്റ് സെക്ടറിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള പിന്നെ കോർപ്പറേറ്റ് സെക്ടറുകളിലും അതിനേക്കാളൊക്കെ സാധ്യതകൾ ഇന്ന് സോഷ്യോളജിക്ക് ഉണ്ടെന്നുള്ള കാര്യം എന്താണ് നമ്മളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതേപോലെ എല്ലാ വലിയ കമ്പനികളിലും HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതാണ് ആ കമ്പനിയുടെ നട്ടൽ എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ ഏറ്റവും ശമ്പളം മേടിക്കുന്ന ആൾക്കാർ ഉള്ളതും HR ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അത്തരം ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ തന്നെ എന്താണ് സോഷ്യോളജിസ്റ്റുകളെയാണ് നിയമിക്കുന്നുള്ള കാര്യം കൂടിയൊക്കെ
നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനകത്തുള്ള ഒരു താല്പര്യം കുട്ടികളിൽ വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് കഴിയണം. അതേപോലെ സ്പീഡ് ആയി പോകുന്നതെന്ന് വെച്ചാൽ സമയക്കുറവ് കൊണ്ടാണ്. നമ്മളെ ആധുനികമായിട്ട് ടെക്നോളജി ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് ഗൂഗിളും അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റുള്ള കമ്പനികളും ഒക്കെ തന്നെ എന്താണ് UX റിസർച്ച് എന്ന് പറയുന്ന, അതായത് യൂസർ എക്സ്പീരിയൻസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളൊക്കെ നിയമിക്കുന്ന സോഷ്യോളജിസ്റ്റുകളെയാണ്, സോഷ്യോളജി പഠിച്ച കുട്ടികളെയാണ് ഇത്തരം റിസർച്ചുകളൊക്കെ നിയമിക്കുന്നത്. അത്തരം മേഖലകളൊക്കെ ഇഷ്ടംപോലെ വേക്കൻസികൾ ലോകത്തെമ്പാടുണ്ട്. കമ്മ്യൂണിക്കേഷൻ കൂടിയുള്ള കുട്ടികൾക്ക്, സോഷ്യോളജി പഠിച്ച കുട്ടികൾക്ക് തന്നെ ഈ മേഖലയിലൊക്കെ വലിയ സാലറിഡ് ആയിട്ടുള്ള ജോലികൾ ഇന്ന് ലഭിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ കുട്ടികളെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അതുപോലെ പറയുകയാണെങ്കിൽ എന്താ പോളിസി അനലിസ്റ്റ്, പിന്നെ അതേപോലെ സോഷ്യൽ റിസർച്ചർ, പിന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മാനേജർ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള കുറേ മേഖലകൾ നവീനമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ് കോർപ്പറേറ്റ് സെക്ടറുകളിൽ ഏറ്റവും നല്ല ജോലികൾ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള കഴിവുകളും കൂടി ഇന്ന് സോഷ്യോളജി സ്റ്റുഡൻസിന് എന്ന കാര്യം നമ്മൾ ക്ലാസ് റൂമുകളിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുട്ടികൾക്ക് എന്താണ് പുതിയ കാലത്തിന്റെ ഇന്നോവേഷൻസിലേക്ക് അവരെ നയിക്കുന്നതായിരിക്കും തോന്നുന്നു. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ലോകമാസകളും ചർച്ച ചെയ്യപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ സബ്ജക്റ്റുകളും എന്താണ് അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ അവിടെ എന്താണ് സോഷ്യോളജിയുടെ സാധ്യതകൾ എന്നുള്ളത്, നമുക്ക് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളെ സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാരും എയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എന്നാണ് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇന്ന് പല ടീച്ചേഴ്സ് എന്താണ് അത് പ്രായോഗികമായ രീതിയിൽ ക്ലാസ് റൂമിൽ പറഞ്ഞു കൊടുക്കുന്നതിലും എന്താണ് അവരെ മനസ്സിലാക്കുന്നതിലും തമ്മിൽ വലിയ പരിമിതികൾ കാണുന്നു. ഇവിടെ എന്താണ് മാറിയ ലോകത്തെന്ന് പറയുന്നത് ഈ ഡാറ്റകൾ വിശകലനം ചെയ്യാനും അതേപോലെ തന്നെ ആ ഡാറ്റകളെ ഏറ്റവും കാര്യക്ഷമമായി മനുഷ്യന് ആവശ്യമായ രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കിക്കുന്ന സോഷ്യോളജിസ്റ്റുകളാണ്. പിന്നെ അതേപോലെ മനുഷ്യന്റെ വികാരങ്ങളും സംസ്കാരവും സാമൂഹിക ബന്ധങ്ങളും മൂല്യങ്ങളും എന്നിവയൊക്കെ യഥാർത്ഥത്തിൽ യന്ത്രങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുക, അത് മനുഷ്യനാണ് മനസ്സിലാക്കുന്നത്. അത് പ്രത്യേകിച്ച് സോഷ്യോളജി പഠിച്ച ആൾക്കാർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ അവിടെ എന്താണ് ഈ ഡാറ്റകളെ വിശകലനം ചെയ്യുന്നതിൽ സോഷ്യോളജിസ്റ്റുകളുടെ ഒരു ജോലി എന്ന് പറയുന്നതിൽ അവരുടെ സാധ്യതകൾ എന്ന് പറയുന്നത് അപരിമിതമാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ ഭാവിയിൽ എണീച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധരും സോഷ്യോളജിസ്റ്റുകളും ചേർന്നാണ് പുതിയ നയങ്ങളും സേവനങ്ങളും ഒക്കെ തന്നെ എന്താണ് എല്ലാ മേഖലകളിലും രൂപപ്പെടുത്തുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. പിന്നെ സാങ്കേതിക വിദ്യയും അതേപോലെ തന്നെ സാമൂഹിക ശാസ്ത്രവും ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് ഭാവിയിൽ ഏറ്റവും കൂടുതൽ അവസരം കണ്ടാൻ പോകുന്ന കാര്യം കൂടി നമ്മളെ കുട്ടികളൊന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് പ്ലീസ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മൾ ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴോ അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴോ ഇനിയത്തെ ഒരു കണ്ടംപററി ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് ഉപരിയായിട്ട് അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അധികമായിട്ടുള്ള ഈ നൈപുണ്യങ്ങളായിരിക്കും നമ്മളെ എന്താണ് ഏറ്റവും കൂടുതൽ എന്താണ് സക്സസിലേക്ക് ഇനി എത്തിക്കുന്നത്. അപ്പോൾ സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്തൊക്കെ കോഴ്സുകൾ ചെയ്യാം? ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഇത്തരത്തിലുള്ള കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളുടെ ലിസ്റ്റ് ഉണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഈ പബ്ലിക് പോളിസിയും അതേപോലെ തന്നെ റിസർച്ച് മെത്തേഡ്സും പിന്നെ ടെക്നോളജി ആൻഡ് സൊസൈറ്റി തുടങ്ങിയ കോഴ്സുകളൊക്കെ തന്നെ എന്താണ് ഗവേഷണത്തിലും നയരൂപീകരണത്തിലും ഒക്കെ എന്താണ് സോഷ്യോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി നേടാൻ ഏറ്റവും കൂടുതൽ സഹായകമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇഗ്നോ ആണെങ്കിലും ടിസ്സിലാണെങ്കിലും IIT മദ്രാസ്, ISRO, അതുപോലെ തന്നെ JNU തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകളുണ്ട്. കുറേയധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള കോഴ്സുകൾ കഴിഞ്ഞ കുട്ടികൾക്ക് എന്താണ് പ്ലേസ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ അഡീഷണൽ അക്വിസിഷൻ ആയിട്ട് നമ്മൾ ഗ്രാജുവേഷന്റെ കൂടിയോ പോസ്റ്റ് ഗ്രാജുവേഷന്റെ കൂടിയൊക്കെ ചെയ്യുന്ന കാര്യം കൂടി കുട്ടികളെ മനസ്സിലാക്കുക. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത പുതിയ കാലഘട്ടത്തിന്റെ ഫ്യൂച്ചർ സോഷ്യോളജി കരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഇപ്പൊ നിൽക്കുന്നത് 2026 ഏകദേശമുള്ള ഒരു കൺസെപ്റ്റാണ്. ചിലപ്പോൾ ലോകം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, മാറാം. എങ്കിലും ഡിജിറ്റൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഇന്നത്തെ രീതികളെല്ലാം തന്നെ. ഇനി അത് വർദ്ധിക്കുന്നു. ഡാറ്റകളെ കൈകാര്യം ചെയ്യുന്ന ഡിജിറ്റലി ആയിട്ട് ഡാറ്റകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ആ ഡാറ്റ ഡ്രിവൺ റിസർച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ നയിക്കപ്പെടുക. ഈ ഡാറ്റകളെ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സിനും അതേപോലെ തന്നെ നമ്മളെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പെർസെപ്ഷനും നമ്മുടെ സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമൂഹത്തെ നമുക്ക് എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും അതൊരു പൂർത്തീകരണത്തിനായിരിക്കും സോഷ്യോളജിസ്റ്റുകളുടെ സാധ്യതകൾ ഏറ്റവും ഇനി ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്.
ഇനി പറയുന്ന മിത്സ് ആൻഡ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ സോഷ്യോളജി ഹാസ് നോ പ്രാക്ടിക്കൽ ജോബ് ഇൻ മാർക്കറ്റ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. സോഷ്യോളജി ടീച്ചേഴ്സ് പ്രത്യേകം എന്താണ് അവരുടെ പോലും ചിന്തകളാണ്, അല്ലെങ്കിൽ എന്താണ് സോഷ്യോളജി പഠിക്കാത്ത ടീച്ചേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളാണ് സോഷ്യോളജി ഹാസ് നോ പ്രാക്ടിക്കൽ ജോബ് മാർക്കറ്റ്. അതായത് പ്രാക്ടിക്കൽ ജോബ് മാർക്കറ്റിൽ നിന്ന് പ്രായോഗികമായിട്ടുള്ള ഒരു ജോലി ലഭിക്കുന്നത് സോഷ്യോളജി എന്ന വലിയ സ്കോപ്പിലാണ്. പക്ഷെ എങ്കിൽ തികച്ചും എന്താണ് തെറ്റായ ധാരണയാണ്. ഹൈ ആൻഡ് ഗ്രോയിങ് ഡിമാൻഡ് ഇൻ കോർപ്പറേറ്റ് സെക്ഷനിലാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ UX റിസർച്ച്, HR മാനേജ്മെന്റിനൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ എന്താണ് കൈകാര്യം ചെയ്യുന്നത്. സോഷ്യോളജിസ്റ്റുകളുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ്, ഇറ്റ് ഓൺലി ലീഡ്സ് ടു ടീച്ചിങ് ജോബ്സ്. വെറും ഒരു ടീച്ചർ ആവാനുള്ള പഠനം മാത്രമാണ് സോഷ്യോളജി നൽകുന്നുള്ള ഒരു ധാരണ നമ്മുടെ ടീച്ചേഴ്സിന് വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ടീച്ചിങ് ഈസ് എക്സലന്റ് റോൾസ് സ്പാൻ അക്രോസ് ടെക് റിസർച്ച്, ഗവേണൻസ് ആൻഡ് ഇന്റർനാഷണൽ NGOs. ഈ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിൽ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ നമ്മുടെ രാജ്യത്തും പുറം നാടുകളിലും ഒക്കെ ഉണ്ടാകുന്ന കാര്യം നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള സ്കില്ലുകൾ എന്താണ് സോഷ്യോളജിക്കൽ സ്കില്ലുകളും ടെക്നോളജിക്കൽ സ്കില്ലുകൾ എന്നാണ് ഒരു ഇന്റർസെക്ഷൻ ചെയ്യുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യും കഴിഞ്ഞാൽ ആ കുട്ടികളെ ആരും എന്താണ് വെറുതെ ഇരിക്കേണ്ടി വരില്ല. മറ്റു 2 കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കുന്നു. ജസ്റ്റ് നമുക്ക് അതിൽ നിന്നാണ് പിന്നീട് സ്ലൈഡ് ഷെയർ ചെയ്തായിരിക്കും. പ്ലീസ് നെക്സ്റ്റ്. ഇന്ത്യൻ പേഴ്സണാലിറ്റീസ് ഇൻ സോഷ്യോളജി. സോഷ്യോളജിയിലുള്ള ഹൈ സക്സസ് ആയിട്ടുള്ള കുറച്ചു പേരുടെ വ്യക്തിത്വങ്ങൾ എന്താണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും എന്താണ് നമ്മളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് അവരുടെ ഇന്നോവേഷൻസിലും അവരുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ, പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില ഡിസ്ക്രിപ്ഷൻസും കൂടി നമ്മൾ കൊടുക്കുമ്പോഴാണ് അത് കുട്ടികളിലേക്ക് ഒരു വലിയ പോയിന്റ് ഓഫ് വ്യൂ എത്തുകയാണ്. നമുക്ക് അഭിമാനകരമായി നമ്മുടെ മുഖ്യമന്ത്രി പോലും ഇപ്പം മുൻ സോഷ്യോളജി വിദ്യാർത്ഥിയാണ്, സോഷ്യോളജി ഗ്രാജുവേറ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് ക്ലാസ് റൂമിൽ പറഞ്ഞു കൊടുക്കാം. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമുക്കറിയാം, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മുഖങ്ങളാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഇവരുടെ പറ്റി പറയുക മാത്രമല്ല, ഇത്തരത്തിൽ നമ്മൾ സോഷ്യോളജി എന്നാണ് നമ്മളെ സാമൂഹികമായിട്ടുള്ള ഒരു പെർസെപ്ഷനിൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ സാധ്യതകൾ എന്താണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു ടൂളായിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് മാത്രം മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇന്റർനാഷണൽ ഒരുപാട് ഫേസസ് ഉണ്ട്, മനസ്സിലാക്കുക. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെയുള്ള ആൾക്കാർ നമുക്കറിയാം. ഫസ്റ്റ് വനിതയായിട്ട് ഉണ്ടായിരുന്നുള്ള മിഷേൽ ഒബാമ, അതുപോലെ തന്നെ ബോങ് ജൂൺ ഹോ, ഇതൊക്കെ നമുക്കറിയാം. റൊണാൾഡ് റീഗൻ, അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള അമാൻഡ ഗോമൻ, നമ്മളെല്ലാവരും അറിയുന്ന പോയറ്റും പ്രശസ്തയായ സാഹിത്യകാരിയായിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളൊക്കെ എന്താണ് അവരുടെ പല അഭിമുഖം. ഇതിനകത്ത് റൊണാൾഡ് റീഗൻ ഒരു അഭിമുഖം നമ്മുടെ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. മുമ്പ് ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആയതെന്താണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പെർസെപ്ഷനിൽ പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ആയെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇത് കൂടാതെ ഒത്തിരി വ്യക്തിത്വങ്ങൾ ഇനിയുമുണ്ട്. അവരെയൊക്കെ എന്താണ് ഒന്ന് ക്ലാസ് റൂമിൽ പരിചയപ്പെടുത്തുമ്പോൾ എന്താണ് സോഷ്യോളജിയുടെ ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് നമ്മൾ കടക്കാന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഏതായാലും നമ്മുടെ ഈ സോഷ്യോളജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു നമ്മളെ ഷേപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. എവറി സോഷ്യൽ പ്രോബ്ലം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എ സോഷ്യോളജിസ്റ്റ്. സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈവിൾ അല്ല, മറിച്ച് എന്താണ് അതിനൊരു സൊല്യൂഷൻ കാണേണ്ട വിഭാഗമാണ് സോഷ്യോളജിസ്റ്റുകൾ എന്നും. എൻകറേജ് സ്റ്റുഡൻസ് ടു ഇന്റഗ്രേറ്റ് സോഷ്യൽ എംപതി വിത്ത് ടെക്നിക്കൽ സ്കിൽസ്. പുതിയ കാലഘട്ടത്തിലേക്ക് അത് കടക്കുമെന്നാണ് സാമൂഹ്യപരമായിട്ടുള്ള ഒരു എമ്പതിയും മനുഷ്യനാണെന്നൊരു ബോധവും അതേപോലെ തന്നെ ആ ടെക്നോളജിക്കൽ സ്കിൽസ് ഇങ്ങനെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തെ ഇങ്ങനെ പുനർനിർമ്മിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഈ വിഷയം എന്ന് പറയുന്നത്, അതായത് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് മനുഷ്യനെയും സമൂഹത്തെയും മനസ്സിലാക്കാനുള്ള ഒരു പഠനം മാത്രമല്ല, സമൂഹത്തിലെ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ ഒരു ഉപകരണം കൂടിയാണെന്നുള്ള കോൺസെപ്റ്റ് എന്നാണ് കുട്ടികളെ എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഈ സബ്ജക്റ്റിനോട് ഇഷ്ടം പിള്ളേർക്ക് വളരെയധികം കൂടും.